പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പരിപാടി 26-ാം തീയതിയാണ് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം 40ഓളം പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളും എത്രയും വേഗം വിളിച്ച് ഒന്ന് ഇടപെടുക. ഞങ്ങൾ വരുന്നുണ്ട്, ഇത്ര പേരുണ്ടെന്ന് അറിയാനാണ്. നമുക്ക് അന്ന് രാത്രിയിൽ ഒന്ന് അന്തി ഉറങ്ങാനും അത്താഴം ഉണ്ണാനും ഒക്കെ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചേർന്ന് കൂടാ. എന്താണ് ഈ പരിപാടിയുടെ പ്രത്യേകത? പങ്കെടുക്കുക, പങ്ക് കൊടുക്കുക. മറ്റുള്ളിടത്തൊക്കെ എല്ലായിടത്തും പങ്കെടുത്ത് പിരിഞ്ഞു പോകണമല്ല. ഇപ്പം നമുക്ക് പങ്കെടുക്കുക, പങ്ക് കൊടുക്കുക, അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വരുന്ന മനുഷ്യരുടെ തകർന്നു പോയ ക്ഷീണിച്ചു പോയ മരവിച്ചു പോയ ഈ സുവിശേഷ വേല വിട്ടിട്ട് പോയ മക്കളെയൊക്കെ ഒന്ന് കാണുക. എന്താ പറ്റിയെന്നൊന്ന് ചോദിക്കുക. തോളത്ത് കൈവച്ചിട്ട് ഞങ്ങൾ വേണ്ട നിങ്ങളുടെ കൂടെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സുവിശേഷ വേല ആരംഭിക്കാൻ പോവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പങ്കെടുക്കാനും പങ്ക് കൊടുക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കടന്നു വരിക. കടന്നു വന്ന് നമുക്ക് നമ്മുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചേർന്ന് നിന്നുകൊണ്ട് നമുക്കൊന്ന് കൈകോർത്ത് പിടിക്കാമെന്നേ. ഇത്രയും ബലഹീനതയൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ ശുശ്രൂഷ ചെയ്യാൻ എനിക്കൊരു ബലം തന്നല്ലോ. അത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ലല്ലോ. ഇതെല്ലാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയുമാണ്. അത് സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവരാ. ലോകത്തിൻ്റെ സാഹചര്യങ്ങളിൽ വീണുപോയെങ്കിൽ ആ പരാതിയിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാം. ഇനിയും മരിക്കുന്നിടം വരെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. കാരണം ഈ കാലഘട്ടത്തിൽ സുവിശേഷം കൊടുക്കേണ്ടത് ദേവാലയങ്ങളിലല്ല. ദേവാലയത്തിൽ കൊടുത്തോട്ടെ, അങ്ങനെയുള്ളവർ കൊടുക്കട്ടെ. നമുക്ക് തെരുവിൽ കൊടുക്കാം. സുവിശേഷം കേൾക്കേണ്ടവർ തെരുവിൻ്റെ കോണുകളിൽ, കള്ളിഷാപ്പുകളിൽ, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത്. അവിടേക്ക് ചെല്ലാൻ പലർക്കും പറ്റില്ല, പക്ഷെ നമുക്കതിന് പറ്റും. കാരണം നമ്മൾ സാധാരണ പാവപ്പെട്ട മനുഷ്യരാണ്. നാനാജാതി മതസ്ഥരുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ തരത്തിലാണ് നമ്മുടെ ശുശ്രൂഷ കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മൾ നമ്മളുടെ മനസ്സും ശരീരവും ആത്മാവും സമ്പത്തും സമയവും കഴിവുകളും സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 100 പേർക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 40 പേരായി. ഇനിയും എത്രയും വേഗം ബാക്കിയുള്ളവരോടുകൂടി. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. 9947059567 ഈ നമ്പറിൽ വിളിക്കുക. അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റിൽ വേറൊരു നമ്പറുണ്ട്, അതിൽ നിങ്ങൾ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കാണാം, ഒന്നിച്ച് കൂടാം, ഒന്നിച്ച് ചേരാം. തലയോട് തല, കൈയോട് കൈ ചേർന്ന് നിന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.